വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ ഹോട്ടലിൽ പരിശോധന നടത്തിയ തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾ പോലീസിന്റെ പിടിയിൽ. ഗുഡല്ലൂർ ആമക്കുളം ധർമ്മരാജൻ, ഭാര്യ സുബൈദ എന്നിവരെയാണ് നിലമ്പൂർ SI തോമസ് കുട്ടി ജോസഫ് ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്തത്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനു സമീപത്തെ ഹോട്ടലിൽ ഇന്നുച്ചയ്ക്ക് 12:45 നാടകീയ സംഭവം. ഉടമ അത്തിമണിൽ ഷാനവാസിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഹോട്ടലിലെത്തിയ ഇവർ ലൈസൻസ് കാണിക്കാൻ ഹോട്ടൽ ഉടമ ഷാനവാസിനോട് ആവശ്യപ്പെട്ടു. ലൈസൻസ് കാലാവധി തീരാറായെന്ന് പറഞ്ഞ് പിഴ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. തിരക്കുള്ള സമയമായതിനാൽ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോൾ ഇന്നുണ്ടാക്കിയ പപ്സ് മുറിച്ചു നോക്കി പഴയതെന്ന് പറയുകയും തുടർന്ന് ഓരോ ഊണും ബിരിയാണിയും പാഴ്സൽ ആവശ്യപ്പെടുകയും ചെയ്തു. അലമാരയിലെ ഭക്ഷണ സാധനങ്ങൾ പാത്രത്തോടെ എടുത്ത് നിലത്തെറിഞ്ഞു. ഭക്ഷണം കഴിക്കാനെത്തിയ മുൻ ഹോട്ടൽ ഉടമ തെയ്യത്തുംകാവിൽ മുനീറിന് ഇരുവരുടെയും പെരുമാറ്റത്തിൽ സംശയം തോന്നി ഇടപെട്ടു. ഉടൻ സുബൈദ മുഷ്ടി ചുരുട്ടി മേശയിലിടിച്ച് 3 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് ഭീഷണി മുഴക്കി. മുനീറും വിട്ടുകൊടുത്തില്ല. തിരിച്ചറിയൽ രേഖ കാണിക്കാൻ ആവശ്യപ്പെട്ടു. രേഖ പരിശോധിച്ചപ്പോൾ പ്ലേസ്മെന്റ് സർവീസ് സ്ഥാപനത്തിലെ വീട്ടുജോലിക്കാരിയാണെന്ന് മനസ്സിലായി. നാട്ടുകാർ ചേർന്ന് ഇരുവരെയും തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിച്ചു. CPOമാരായ P ദീപ, K അജേഷ് എന്നിവർ ചേർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ആൾമാറാട്ടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. അറസ്റ്റ് നാളെ രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.